ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ എക്സലിലെ പ്രധാനപ്പെട്ട രണ്ട് കമാൻഡുകളാണ് റോ ആൻഡ് കോളം. ഇവ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്രമ നമ്പറുകൾ എക്സലിൽ കൊണ്ടുവരാൻ കഴിയും. അതിനു മുമ്പ് എന്താണ് ഫങ്ഷനുകൾ എന്നുള്ളത് നമ്മൾ അറിയണം. എക്സലിലെ പ്രധാനമായും നമുക്കറിയാം ഉപയോഗിക്കുന്നതൊരു അക്കൗണ്ട്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്കറിയാം. അതിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാൽക്കുലേഷൻസുകൾ മാനുവലി ഫോർമുല എഴുതി കൊടുക്കുന്നതിന് പകരം ഇൻബിൽട്ടായിട്ട് ഫോർമുലകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം കമാൻഡുകളാണ് ഫങ്ഷനുകൾ എന്ന പേരിൽ എക്സലിൽ അറിയപ്പെടുന്നത്. ആ ഫങ്ഷനുകൾ ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിനാണോ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം. രണ്ടാമത് അതിലേക്ക് വേണ്ടുന്ന ഡേറ്റകൾ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ തെറ്റായിട്ടുള്ളതാണെങ്കിൽ ഈ പറയുന്ന ഫങ്ഷനുകൾ പ്രവർത്തിക്കത്തതുമില്ല. നമുക്ക് ഒരു എറർ മെസ്സേജ് എക്സലിൽ ലഭ്യമാകുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള രണ്ട് ഫങ്ഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യണം. അവരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീരിയൽ നമ്പറുകൾ അല്ലെങ്കിൽ ക്രമ നമ്പറുകൾ നമുക്കറിയാം മാനുവലി എൻട്രി ചെയ്ത് നിർമ്മിക്കാൻ അറിയാം. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന സീരിയൽ നമ്പറുകൾ അല്ലെങ്കിൽ ക്രമ നമ്പറുകൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു റോയെ ഒരു കോളത്തിനെയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീണ്ടും എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ഈ രണ്ട് ഫങ്ഷനുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിലവിൽ നമ്മൾ തയ്യാറാക്കപ്പെട്ട് വച്ചിരിക്കുന്ന സീരിയൽ നമ്പർ അല്ലെ ക്രമ നമ്പറിൽ നിന്ന് ഇടയിൽ നിന്ന് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ ഈ പറയുന്ന സീരിയൽ നമ്പറുകൾ ക്രമ നമ്പറുകൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഓട്ടോമാറ്റിക്കലി എക്സൽ ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് പ്രത്യേകത. നോർമലി റോ ആൻഡ് കോളം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോ നമ്പറുകൾ കണ്ടുപിടിക്കുന്നതിനും കോളം നമ്പറുകൾ കണ്ടുപിടിക്കുന്നതിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്രമ നമ്പറുകൾ നിർമ്മിക്കാമെന്ന് എക്സൽ ആപ്ലിക്കേഷനിൽ പോയി നോക്കാം. ആദ്യം നമുക്ക് മാനുവലി എങ്ങനെയാണ് സീരിയൽ നമ്പറുകൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഹെഡിങ് എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതിനുശേഷം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു കമാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ദയവായി കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഞാൻ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് 1 മുതൽ 10 വരെയുള്ള സീരിയൽ നമ്പറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് പല മെത്തേഡുകളുണ്ടെന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ സീരിയൽ നമ്പറുകൾ മാനുവൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു മെത്തേഡ് എക്സലിനകത്തുള്ള ഒരു കമാൻഡിൻ്റെ സഹായത്തിലൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതാണ്. ഈ രണ്ട് മെത്തേഡാണ് മാനുവലി നമ്മൾക്ക് ചെയ്യാൻ സഹായിക്കുന്ന സീരിയൽ നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ. എക്സാമ്പിൾ, എനിക്കിപ്പോൾ 6ാമത്തെ സീരിയൽ നമ്പറിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ അത് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ആ റോ കംപ്ലീറ്റഡ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ 6 എന്ന് പറയുന്ന സീരിയൽ നമ്പർ അതിൽ നിന്ന് മിസ്സിംഗ് ആണ്. എന്നാൽ തുടർച്ചയായിട്ടുള്ള ബാക്കി വരുന്ന നമ്പറുകൾ നമുക്ക് താഴോട്ട് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ റീ എൻട്രി ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് നമ്മൾക്ക് ഈ പറയുന്ന രണ്ട് ഫംഗ്ഷൻ്റെ സഹായത്തിലൂടെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ഭാഗങ്ങളിലായിട്ടാണ് സീരിയൽ നമ്പർ ഇവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്. ഒന്ന് 2ാമത്തെ റോയിലാണ് എൻട്രി ചെയ്തിരിക്കുന്നത്, മറ്റൊന്ന് 4ാമത്തെ റോയിലാണ്. അവിടെ ഈ രണ്ടിടത്തും
എങ്ങനെ നമുക്ക് സീരിയൽ നമ്പറുകൾ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോമുലയാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഈക്വൽ സിമ്പൽ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ അവിടെ ഫോർമുല എഴുതുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. അതല്ലെങ്കിൽ ആ ഇക്വേഷനുകൾ എഴുതി വച്ചിരിക്കുന്ന ഫംഗ്ഷനുകളെ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഞാൻ റോ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഓട്ടോമാറ്റിക്കലി റോ എന്ന് പറയുന്ന വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ റോയുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷനുകൾ അവിടെ ലിസ്റ്റ് ചെയ്യും. ഏറ്റവും പുതിയ MS Excel വെർഷനുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾക്കതവിടെ ലഭ്യമാകുന്നു. അതിനുശേഷം അതിന് ഓപ്പണും ക്ലോസും ബ്രാക്കറ്റും കൊടുക്കുക. അതിനകത്തേക്ക് കണ്ടൻസ് ഒന്നും നമ്മൾക്ക് ചില ഫംഗ്ഷനുകൾക്ക് നമുക്ക് കണ്ടൻസ് അതിനകത്ത് കണ്ടൻസുകളൊന്നും ആഡ് ചെയ്യേണ്ട, എന്ന് വെച്ചാൽ ഡേറ്റകളൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് റോയിലാണ് നിൽക്കുന്നത്? മൂന്നാമത്തെ റോയിലാണ്. ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും നമ്മുടെ കർസർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഏത് റോയിലാണ്, ഏത് കോളമാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. ഇവിടെ ഇപ്പോൾ നിലവിൽ 2 റോ നമ്മൾ ആൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ -2 കൊടുത്താൽ മതി. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് എവിടെ മുതൽ എവിടെ വരെയാണോ നമ്മൾക്ക് ഡേറ്റ വേണ്ടുന്നത് അവിടം വരെ സെല്ലുകൾ സെലക്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ സെല്ലിനകത്തുള്ള ഇൻഫോർമേഷൻസിനെ നമുക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി Ctrl+D യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കവിടെ ക്രമ നമ്പറുകൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 4ാമത്തെ റോയിൽ കൊണ്ടുവന്നിരിക്കുന്ന സീരിയൽ നമ്പർ അവിടെ നമുക്ക് ക്രമ നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എഴുതേണ്ടത് റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ ഓപ്പണും ക്ലോസിങ് ബ്രാക്കറ്റുകൾ എഴുതുക. അതിനുശേഷം എത്രാമത്തെ റോയിലാണോ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്, എത്ര റോ കഴിഞ്ഞതിന് ശേഷമാണോ അത്രയും റോകളെ നമ്മൾ മൈനസ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി എന്നിട്ട് Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സീരിയൽ നമ്പറുകൾ അല്ലെങ്കിൽ ക്രമ നമ്പറുകൾ ക്രിയേറ്റായി എന്നുള്ളതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഞാനിപ്പോൾ ആദ്യത്തെ സീരിയൽ നമ്പറിൽ നിന്ന് 6ാമത്തെ റോയിലുള്ള ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത് മാറ്റുകയാണ്, റിമൂവ് ചെയ്ത് കളയുകയാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രമ നമ്പറുകളിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ആ ക്രമ നമ്പറുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലാസ്റ്റിലുള്ള നമ്പറുകൾ മാത്രമേ അവിടെ റിമൂവായി പോയി എന്നുള്ളതുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോളവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്രാമത്തെ കോളമാണ്? 1 മുതലാണെങ്കിൽ 1 മുതൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് കോളത്തിൻ്റെ നമ്പർ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾക്ക് മുകളിൽ നോക്കിയാൽ മതി 1, 2, 3, 4, 5. 6ാമത്തെ കോളത്തിലാണ് നമ്മൾ ഇൻഫർമേഷൻ ഇൻസർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് -5 നമ്മൾ കൊടുക്കുന്നു. ഇനി എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സീരിയൽ നമ്പർ ക്രിയേറ്റ് ആവും. ഇവിടെയും നമ്മൾ ഒരു പർട്ടിക്കുലർ കോളത്തിനെ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രമ നമ്പറുകളിൽ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല. അത് അതേപോലെ തന്നെ ക്രമ നമ്പറായിട്ട് തന്നെ നമുക്കവിടെ ലഭ്യമാകുന്നു. അതേ സന്ദർഭത്തിൽ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രമ നമ്പറുകൾ ഏതെങ്കിലും ഒരു റോയോ കോളമോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്രമ നമ്പറുകൾ വീണ്ടും നമ്മൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ഡ്രോബാക്ക്. ഇവിടെ അഡ്വാൻറ്റേജ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക, അവരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കേ.